ജയ് ഹിന്ദ് മൈ ഡിയർ സ്റ്റുഡൻസ്. നമുക്കിന്ന് ബിസിനസ് എൻവയോൺമെന്റിന്റെ ബാക്കി ടോപ്പിക്സിലേക്ക് കിടക്കാം. ബാക്കി ഇനി നമുക്ക് ആ അധ്യായത്തിൽ നിന്നും മനസ്സിലാക്കാനുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് എന്താണ് പ്രൈവറ്റൈസേഷൻ, എന്താണ് ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്നും ഗവൺമെന്റ് പോളിസിയുടെ ഇൻഫ്ലുവൻസ് എന്താണ്, ബിസിനസ് എൻവയോൺമെന്റിലുള്ള ഇൻഫ്ലുവൻസ് എന്താണെന്നും അതോടൊപ്പം തന്നെ നമുക്ക് ഡിമോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമുക്ക് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമാണ് ഈ ഒരു അധ്യായത്തിൽ ഇനി നമുക്ക് പഠിക്കാൻ ഉള്ളത്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും വീഡിയോ അവസാനം വരെ തന്നെ കാണുക. എന്താണ് പ്രൈവറ്റൈസേഷൻ, ലിബറലൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ? ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്കൊരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഷുവറായിട്ടും പ്രതീക്ഷിക്കാം. കൂട്ടുകാരെ, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ കുഞ്ഞുനാളിലൊക്കെ ഹിസ്റ്ററിയിൽ പഠിച്ച കാര്യമാണ്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് 1947 മുമ്പ് വരെ ഇന്ത്യ പല വിദേശികളുടെയും അധികാരത്തിന്റെ കീഴിലായിരുന്നു. അതിനുശേഷം എന്ത് സംഭവിച്ചു? 1947 മുമ്പ് പല വിദേശികളും വന്ന് അവരുടെ നിയമങ്ങൾ ഇവിടെ നടപ്പിലാക്കുകയാണ് ചെയ്തിരുന്നത്. ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച ബ്രിട്ടീഷുകാരുടെ നിയമങ്ങളാണ് കൂടുതലും ഇവിടെ നിലനിന്നു പോയിരുന്നത്. അവരുണ്ടാക്കിയ നിയമങ്ങൾ പലതും ചാർട്ടർ ആക്ട് പ്രകാരമുള്ള നിയമങ്ങളായിരുന്നു. അത് പ്രകാരം അവർ നിർദ്ദേശിക്കുന്ന തുക ടാക്സ് ആയിട്ട് അടയ്ക്കണം, അല്ലെ? അങ്ങനെയുള്ള ഒരുപാട് നിയമങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷം ഇന്ത്യ രൂപീകരിച്ചു. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം പൂർണ്ണമായും പല ഏരിയയായി കിടന്ന, പ്രൊവിൻസായി കിടന്ന ഇന്ത്യയുടെ ഭാഗങ്ങളെ ഒന്നിച്ചു ചേർത്ത് ഭാരതം രൂപീകരിച്ചതിന് ശേഷം ഇന്ത്യ ഒരു നിയമം പാസാക്കി. ആ ഇൻഡസ്ട്രിയൽ ആക്ട് പ്രകാരം വിദേശികൾക്ക് ഇവിടെ വന്ന് കച്ചവടം ചെയ്യണമെങ്കിൽ ഒരുപാട് ലൈസൻസിങ് സമ്പ്രദായമൊക്കെ അവർ കൊണ്ടുവന്നു. അപ്പോൾ ആ ഒരു പോളിസി പ്രകാരം പല നിബന്ധനകളും ഇന്ത്യ ഗവൺമെന്റ് പാസാക്കിയിരുന്നു. വിദേശികൾക്ക് ഇവിടെ വന്ന് ഭരണം നടത്താൻ അല്ലെങ്കിൽ കച്ചവടം നടത്താൻ പോലും സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ടുള്ള നിയമങ്ങളാണ് പാസാക്കിയത്. അതുകൊണ്ട് തന്നെ 1940 ശേഷമുള്ള കാലഘട്ടം നോക്കുകയാണെങ്കിൽ ഒരുപാട് മേഖലകൾ ഗവൺമെന്റിന്റെ അണ്ടറിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനങ്ങളാണ്. വിദ്യാഭ്യാസമായിക്കോട്ടെ, ആശുപത്രികളായിക്കോട്ടെ, വ്യാപാര സ്ഥാപനങ്ങളായിക്കോട്ടെ, കൂടുതലും ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന സ്ഥാപനങ്ങളായിരുന്നു. പക്ഷേ കാലങ്ങൾ കുറെ കഴിഞ്ഞു 1961 ഒരു നിയമം പാസാക്കി. അപ്പോഴുണ്ടായിരുന്ന ഗവൺമെന്റ് ഈ പറയുന്ന നിയമത്തിൽ, ആ ഇൻഡസ്ട്രിയൽ ആക്ടിൽ ഒരു ചേഞ്ച് വരുത്തി. ഗവൺമെന്റ് മാത്രം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ പോരാ, പ്രൈവറ്റ് പാർട്ടീസിനും ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ വന്ന കോൺസെപ്റ്റുകളാണ് ഇവിടെ പറയുന്ന 3 വാക്കുകൾ: പ്രൈവറ്റൈസേഷൻ, ലിബറലൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. കൂട്ടുകാരെ, നമുക്ക് ഓരോന്നായി നോക്കാം. എന്താണ് ഗ്ലോബലൈസേഷൻ? നമുക്കറിയാമല്ലോ, ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി മാർക്കറ്റ് ചെയ്യണമെങ്കിൽ അത് ഇന്ത്യയിലോ അല്ലെങ്കിൽ കേരളത്തിലോ മാത്രമല്ല ഒതുങ്ങുന്നത്. അത് നിങ്ങൾക്ക് ഈ ലോകത്തിന്റെ എവിടെ, ഏതൊരു കോണിൽ പോയും നിങ്ങൾക്ക് അതിനെ കച്ചവടം നടത്താനുള്ള സ്വാതന്ത്ര്യം, അവസരമുണ്ട്. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഗ്ലോബലൈസേഷൻ. ഇവിടെ പല വിദേശ ഇക്കോണമികളെയും പല രാജ്യങ്ങളെയും ഒന്നിച്ച് ചേർത്തുകൊണ്ട് നമുക്ക് വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി ബിസിനസ് നടത്താനുള്ള ഒരു അവസരമാണ് ഉണ്ടാകുന്നത്. അവർക്ക് പരസ്പരം പണം വിനിമയം നടത്താൻ പറ്റും. ഒരു ബിസിനസ് സ്ഥാപനത്തിന് മറ്റൊരു ബിസിനസ് സ്ഥാപനത്തിൽ വന്ന് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ അവിടുത്തെ ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്ന് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ അവിടുത്തെ ടെക്നോളജി ഇവിടെ ഉണ്ടെന്ന് നമുക്ക് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഇതിനുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്താണ് ഗ്ലോബലൈസേഷൻ? ഇന്റഗ്രേറ്റിംഗ് ദ ഇക്കോണമി ഓഫ് എ കൺട്രി വിത്ത് ദ ഇക്കോണമീസ് ഓഫ് അതർ കൺട്രീസ് ടു ഫെസിലിറ്റേറ്റ്. എന്തിനു വേണ്ടി? ഫ്രീ ഫ്ലോ ഓഫ് ട്രേഡ്. യാതൊരു നിയന്ത്രണങ്ങളും ഇല്ലാതെ വ്യാപാരം നടത്തുക, ട്രേഡർ. ദെൻ ക്യാപിറ്റൽ. വ്യാപാരം മാത്രമല്ല, മറ്റൊരു രാജ്യത്തു നിന്നും അവരുടെ വിദേശ നാണ്യം ഇന്ത്യയിലേക്ക് വരാം, ഇവിടുത്തെ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. പേഴ്സൺസ് ആൻഡ് ടെക്നോളജി അക്രോസ് ബോർഡേഴ്സ്. ഒരു അതിർവരമ്പുമില്ലാതെ മറ്റുള്ള രാജ്യങ്ങളുമായി നമുക്ക് വ്യാപാരം നടത്തുന്നതിന് സംവിധാനം ഒരുക്കുന്നതാണ് ഗ്ലോബലൈസേഷൻ
അല്ലെങ്കിൽ ഗ്ലോബൽ ഇക്കോണമി, ഗ്ലോബൽ മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞു. ഇറ്റ് ലീഡ്സ് ടു ദ എമർജൻസ് ഓഫ് എ കൊഹസീവ് ഗ്ലോബൽ ഇക്കോണമി. എന്തിലേക്ക് ഇത് നയിക്കുന്നു? എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള പ്രോഡക്റ്റും എല്ലാ രാജ്യത്തു നിന്നും ലഭ്യമാക്കുന്ന രീതിയിൽ ഇത് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ കൂട്ടുകാരെല്ലാവരും ഈ ഒരു കോൺസെപ്റ്റ് മനഃപ്പാടമാക്കുക. അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് പ്രൈവറ്റൈസേഷൻ. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ കൂട്ടുകാരെ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ കൂടുതൽ സ്ഥാപനങ്ങളും ഗവൺമെന്റ് സ്ഥാപനങ്ങളായിരുന്നു, പബ്ലിക് സെക്ടറിൽ വരുന്ന സ്ഥാപനങ്ങളായിരുന്നു. നിങ്ങൾക്ക് അറിയാമല്ലോ എന്തൊക്കെയാണ് പബ്ലിക് സെക്ടർ സ്ഥാപനങ്ങൾ എന്നുള്ളത്. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ ഇൻവെസ്റ്റ്മെന്റ് കുറയ്ക്കുകയും ഗവൺമെന്റിന്റെ ഇടപെടലുകൾ കുറയ്ക്കുകയും പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്ക് അത് ഫിക്സ് ചെയ്യാനുള്ള അധികാരം നൽകുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പെട്രോളിയത്തിന്റെ വില ഇവിടെ കൂടിക്കൊണ്ടിരിക്കുകയാണ്, പെട്രോളിന്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗവൺമെന്റ് പറയുന്നത് ഇപ്പോൾ അവരുടെ കയ്യിലല്ല അതിന്റെ തീരുമാനം, വില നിശ്ചയിക്കുന്നതിനുള്ള തീരുമാനം എടുക്കുന്നതിന്റെ അധികാരം അവരുടെ കയ്യിലല്ല എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? അത് പ്രൈവറ്റ് മേഖലയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ കമ്പനികൾക്ക് ഇതിനുള്ള വില നിശ്ചയിക്കാം എന്നാണ് പറയുന്നത്. അങ്ങനെ പൂർണ്ണമായിട്ടും അധികാരം പ്രൈവറ്റ് പാർട്ടീസിനോ പ്രൈവറ്റ് വ്യക്തികൾക്കോ ഒരു സാധാരണ വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനോ അല്ലെങ്കിൽ സ്ഥാപനത്തിനോ നൽകുന്നതിനെയാണ് പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. നോക്കിയേ, ഇറ്റ് റെഫേഴ്സ് ടു ദ റിഡക്ഷൻ ഓഫ് ദി റോൾ ഓഫ് ദ പബ്ലിക് സെക്ടർ ഇൻ ദി ഇക്കോണമി ഓഫ് എ കൺട്രി. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയിൽ അല്ലെങ്കിൽ വ്യവസ്ഥയിൽ ഒരു രാജ്യത്തിനകത്ത് പ്രൈവറ്റ് പാർട്ടീസിന് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരം നൽകുകയും പബ്ലിക് സ്ഥാപനങ്ങൾക്ക് കുറയ്ക്കുകയും ചെയ്യുന്നതാണ് പ്രൈവറ്റൈസേഷൻ. ടു അച്ചീവ് പ്രൈവറ്റൈസേഷൻ ഇൻ ഇന്ത്യ, the government redefined the role of the public sector and adopted a policy of planned disinvestment of the public sector. എന്താണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്? ഇൻവെസ്റ്റ്മെന്റിന്റെ ഓപ്പോസിറ്റ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പബ്ലിക് സെക്ടർ സ്ഥാപനങ്ങളിലെല്ലാം കാശ് കൊടുക്കുന്നത് ഗവൺമെന്റ് ആണ്, അത് കുറച്ചു. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അവർ പിന്നെ അതിൽ നിക്ഷേപിക്കാതെയായി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്കും മുന്നോട്ട് വരാനുള്ള അവസരം നൽകി. അതുകൊണ്ടാണ് നമ്മുടെ ചുറ്റുപാടും കാണുന്ന എയ്ഡഡ് സ്ഥാപനങ്ങളും അൺഎയ്ഡഡ് സ്ഥാപനങ്ങളും ഒക്കെ ഒരുപാട് വന്നിട്ടുള്ളത് സ്കൂളുകളുടെ കാര്യത്തിൽ. അതോടൊപ്പം തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഒത്തിരി വന്നിട്ടുണ്ട്. ഒത്തിരി സ്ഥാപനങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങളായിക്കോട്ടെ, എന്ത് തന്നെ ബിസിനസ് സ്ഥാപനമായാലും അത് കൂടുതൽ വരാനുള്ള കാരണം പ്രൈവറ്റൈസേഷൻ ആണ്. ഇതെല്ലാം ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ പോളിസിയിൽ വന്ന ചേഞ്ചാണ്. ഇനി എന്താണ് ലിബറലൈസേഷൻ? ലിബറലൈസേഷൻ ഇത് വരാനുള്ള കാരണം, ഈ ഒരു പോളിസി വന്നത് ഈ പറഞ്ഞ ഇൻഡസ്ട്രിയൽ ആക്ടിന്റെ ഭാഗമായിട്ടാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, ഇന്ത്യ ഒരിക്കൽ ലിബറൽ ആയപ്പോഴാണ് പല വിദേശ ശക്തികളും വന്ന് കയറി ആക്രമിച്ച് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്ന് മാക്സിമം ചൂഷണം നടത്തിക്കൊണ്ടുപോയത്. ഇന്ത്യയുടെ വിലപിടിപ്പായിട്ടുള്ള ഒരുപാട് രത്നങ്ങളും പല കാര്യങ്ങൾ, വളരെ മൂല്യവത്തായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യക്ക് നഷ്ടമായിട്ടുണ്ട്. കാരണം ഈ വിദേശികൾ അവർക്ക് കിട്ടിയ സ്വാതന്ത്ര്യത്തിനെ അവർ ഉപയോഗിച്ചതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നത്. ഇന്ത്യ സ്വാതന്ത്ര്യമായതിനു ശേഷം വന്ന ആദ്യത്തെ ഗവൺമെന്റ് ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നു. ഇനി അങ്ങനെ ആരും ഇന്ത്യയെ വന്ന് ചൂഷണം ചെയ്യേണ്ട, ഇവിടത്തെ ഒരു വസ്തുവും അവരങ്ങനെ വെറുതെ അങ്ങ് അപകരിച്ചു കൊണ്ടുപോകണ്ട. ആ റെസ്ട്രിക്ഷൻ പുതിയ ഇൻഡസ്ട്രിയൽ പോളിസി വന്നപ്പോഴേക്കും എടുത്തു മാറ്റി. ഇനി ലൈസൻസ് ഓടുകൂടി തന്നെ ഇന്ത്യയിൽ വന്ന് ഏതൊരു സ്ഥാപനത്തിനും ഏതൊരു രാജ്യത്തിനും കച്ചവടം നടത്താനുള്ള സ്വാതന്ത്ര്യം, ആ ഒരു ഫ്രീഡം അത് നൽകിയതാണ് ലിബറലൈസേഷൻ എന്ന കോൺസെപ്റ്റ് പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, എന്താണ് അതിന്റെ മീനിങ് എന്നുള്ളത് ഓർത്തിരിക്കുക. ലിബറലൈസിങ് ദ ഇന്ത്യൻ ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രി ഫ്രം ഓൾ ദി unnecessary controls and restrictions. ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥയെ എന്ത് ചെയ്യുക? സ്വതന്ത്രമാക്കി വിടുക. എന്തിൽ നിന്നല്ല? ഇവിടെയുള്ള അനാവശ്യമായിട്ടുള്ള റെസ്ട്രിക്ഷൻസ്, നിർദ്ദേശങ്ങൾ, അതിൽ നിന്നെല്ലാം ഇവയെ സ്വതന്ത്രമാക്കി വിടുക എന്നുള്ളത്. അപ്പൊ അതിനെയാണ് ഈ പറയുന്നത് ലിബറലൈസേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് റിലാക്സിംഗ് ദി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് which restricts the growth of
ദി പ്രൈവറ്റ് സെക്ടർ. പ്രൈവറ്റ് സെക്ടറിന്റെ വളർച്ചയ്ക്ക് തടസ്സമാവുന്ന എല്ലാ നിയമങ്ങളെയും ലിബറലാക്കുക. And allowing the private sector to take part in the economic activities that were earlier reserved for the government sector. ഗവൺമെന്റ് സെക്ടറിന് കൊടുത്തിരുന്ന ആ റോളൊക്കെ എന്തിലേക്ക് മാറ്റുക? പ്രൈവറ്റ് പാർട്ടീസിലേക്ക് മാറ്റുക. അങ്ങനെ അവർക്കും വർക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകുക എന്നുള്ളതാണ് ലിബറലൈസേഷൻ എന്ന കോൺസെപ്റ്റ് പറയുന്നത്. ഇതിനെല്ലാം കാരണം ഗവൺമെന്റ് പാസ്സാക്കിയ ഒരു ഇൻഡസ്ട്രിയൽ പോളിസിയുടെ ഭാഗമാണ്, മോഡിഫൈ ചെയ്ത ഒരു ഇൻഡസ്ട്രിയൽ പോളിസിയുടെ ഭാഗമായിട്ടാണ്. കൂട്ടുകാർ ഈ ഒരു 3 വാക്ക് ഓർത്തിരിക്കുക. 3 വാക്കുകൾ എന്തൊക്കെയാണ്? ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ലിബറലൈസേഷൻ. ഇനി അടുത്ത ടോപ്പിക് ഇതിന്റെ ഇമ്പാക്ട് ഓഫ് ഗവൺമെന്റ് പോളിസി ചേഞ്ചസ് ഓൺ ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രി. ഗവൺമെന്റ് കൊണ്ടുവന്ന ആ ഒരു പോളിസി കൊണ്ട്, ഇൻഡസ്ട്രിയൽ പോളിസി കൊണ്ട് ഉണ്ടായ മാറ്റങ്ങൾ എന്താണ്? ബിസിനസിനും ഇൻഡസ്ട്രിക്കും എന്ത് ചേഞ്ചാണ് ഉണ്ടായത്? ഒരു 4 മാർക്കിന്റെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒന്ന് ശ്രദ്ധിക്കുക. 1, കോമ്പറ്റീഷൻ കൂട്ടുന്നു. നമ്മുടെ ബിസിനസിന്റെ മാർക്കറ്റിലുള്ള കോമ്പറ്റീഷൻ കൂട്ടുന്നു എന്നുള്ളതാണ്. ഡിക്ലൈനിങ് ആൻഡ് എൻട്രി ഓഫ് ഫോറിൻ ഫേംസ് ഇൻ ദി ഇന്ത്യൻ മാർക്കറ്റ് ഈസ് ഇൻക്രീസ്ഡ് ദി ലെവൽ ഓഫ് കോമ്പറ്റീഷൻ. അല്ലേ? വിദേശികൾ ചൈനയിലെ പ്രോഡക്റ്റ് എല്ലാം ഇങ്ങോട്ട് വന്നിറങ്ങിയപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നവർക്ക്, ഇവിടെ ടി വിയും മറ്റ് ഇലക്ട്രോണിക്സ് ഐറ്റം എന്ത് തന്നെ ആയിക്കോട്ടെ, ആ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നവർക്ക് വില കുറയ്ക്കേണ്ടി വന്നു. കാരണം ചൈന പ്രോഡക്ട്സ് വളരെ ടാക്സ് കുറച്ച് വരുന്ന പ്രോഡക്റ്റ് ആയതുകൊണ്ട് വിലയും കുറവാണ്. അതോടൊപ്പം തന്നെ ഈ കമ്പനികളോടൊപ്പം പിടിച്ചു നിൽക്കാൻ വേണ്ടി ഇന്ത്യൻ കമ്പനീസ് ഒരുപാട് പൊരുതേണ്ടി വന്നു. കാരണം അവർക്ക് പ്രൈസ് ഓഫ് ദി പ്രോഡക്റ്റ് അത് കുറയ്ക്കേണ്ടി വന്നു. അപ്പൊ ഇൻക്രീസിങ് കോമ്പറ്റീഷനിലേക്ക് ഈ ഒരു ഗവൺമെന്റ് പോളിസി വഴിവെച്ചു, അതിന് കാരണമായി എന്നുള്ളതാണ് പറയുന്നത്. മോർ ഡിമാൻഡിങ് കസ്റ്റമേഴ്സ്. കുറച്ചു കാലം മുമ്പ് വരെ നമുക്ക് ഈ ചൈന പ്രോഡക്റ്റ് എന്താണെന്നുള്ളതൊന്നും നമുക്ക് അറിയില്ലായിരുന്നു, അല്ലേ? അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പ്രോഡക്ട്സ്, വളരെ ഡെയിലി ലൈഫിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റിനെയൊക്കെ കുറിച്ച് അറിയില്ല. നമ്മളുള്ള പ്രോഡക്റ്റ് കൊണ്ട്, പരമ്പരാഗതമായി നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് കൊണ്ട് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്ത് നമ്മുടെ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്ത് പോവുകയായിരുന്നു ചെയ്തിരുന്നത്. പക്ഷെ ഇന്ന് നോക്കിയാൽ നമ്മളൊരു മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ചൈന പ്രോഡക്ട്സ് ഒക്കെ വളരെ ചിലവ് കുറഞ്ഞതാണ്, വില കുറഞ്ഞതാണ്. അങ്ങനെയുള്ള പ്രോഡക്റ്റ് നമ്മൾ കൂടുതൽ കണ്ടെത്തി ഉപയോഗിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ കസ്റ്റമേഴ്സിന്റെ എണ്ണം കൂടുന്നു. കാരണം വില കുറച്ച് മാർക്കറ്റിൽ പ്രോഡക്റ്റ് കിട്ടുമ്പോൾ കൂടുതൽ ആൾക്കാർ അവിടെ ബയേഴ്സ് ആയിട്ട് എത്തും എന്നുള്ളതാണ്. അവിടെ നോക്കിയാൽ നൗ കസ്റ്റമേഴ്സ് ആർ മോർ അവെയർ ആൻഡ് ദേ കീപ് മാക്സിമം ഇൻഫർമേഷൻ ഓഫ് ദ മാർക്കറ്റ്. നമുക്കറിയാമല്ലോ, ഇന്ന് നമ്മുടെ കയ്യിലുള്ള ആമസോൺ, ഫ്ലിപ്കാർട്ട് അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ വഴി തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും, പ്രോഡക്ട്സിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. അപ്ഡേഷൻ വിത്തിൻ സെക്കൻഡ്സ് കിട്ടുകയാണ്, ഇന്ന പ്രോഡക്റ്റ് ആണ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് മാർക്കറ്റ് എന്ന് പറയുന്നത് അത് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുന്നത് കസ്റ്റമേഴ്സിനാണ് അല്ലെങ്കിൽ ബയേഴ്സിനാണ്. സോ നൗ പ്രോഡക്ട്സ് ആർ പ്രൊഡ്യൂസ്ഡ് കീപ്പിംഗ് ഇൻ മൈൻഡ് ഓൺ ദ ഡിമാൻഡ് ഓഫ് ഓർ ദ നീഡ്സ് ഓഫ് ദി കസ്റ്റമേഴ്സ്. ഒരു വ്യക്തിയുടെ സഫലമാകാത്ത ഒരു നീഡ്, ഒരു ആവശ്യകത, അത് ഏതൊരു ബിസിനസ്സുകാരനും പുതിയൊരു പ്രോഡക്റ്റിലേക്കുള്ള വഴി തെളിയിക്കും. അപ്പോൾ കൂടുതൽ കസ്റ്റമേഴ്സിനെ കിട്ടുന്നതിനൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. പുതിയ പുതിയ ടെക്നോളജിക്കൽ ചേഞ്ചസ് ഒത്തിരി വന്നു കഴിഞ്ഞു. റോബോട്ടിന്റെ കണ്ടുപിടുത്തവും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിന്റെ ഡെവലപ്മെന്റും എല്ലാം ബിസിനസ് ഏരിയയിലും ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രൊഡക്ഷൻ ടെക്നോളജി എല്ലാം വർക്കേഴ്സിന്റെ എണ്ണം കുറച്ചുകൊണ്ട് തന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കമ്പ്യൂട്ടറൈസ്ഡ് പ്രൊഡക്ഷൻ ടെക്നോളജീസ് എല്ലാം വന്നു കഴിഞ്ഞു. അപ്പൊ അങ്ങനെ കോസ്റ്റ് കുറച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ ലാഭം കണ്ടെത്തുന്നതിന് വേണ്ടി വിദേശികൾ ഒരുപാട് ടെക്നോളജീസ് കണ്ടെത്തിയിട്ടുണ്ട്. പ്രൊഡക്ഷൻ ഏരിയയിലും ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിലും എല്ലാം കണ്ടെത്തിയിട്ടുള്ളതുകൊണ്ട് അത് സാധാരണക്കാരായ ബിസിനസ്സുകാർക്ക് എപ്പോഴും ചലഞ്ചിങ് ആണ്. അവർക്ക് ഇവിടെ പിടിച്ചു നിൽക്കുക ബുദ്ധിമുട്ടാണ്. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ വീടിന് ചുറ്റുപാടുമുള്ള ഈ പപ്പടം നിർമ്മിക്കുന്ന കമ്പനിയുടെ കാര്യം. പരമ്പരാഗതമായ രീതിയിലായിരുന്നു പണ്ടുണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇന്ന് പല ആൾക്കാരും വലിയ മെഷീൻസിന്റെ സഹായത്തോടുകൂടി കംപ്ലീറ്റ് പ്രോസസ്സും നടത്തി പപ്പടം നിർമ്മിച്ച് ഉണക്കി പാക്ക് ചെയ്ത് എത്തിക്കുന്ന രീതിയിലുള്ള മെഷീൻസ് അവർ വാങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഈ ചെറുകിട കച്ചവടക്കാർക്ക് അത് എപ്പോഴും
അതുണ്ടാക്കി വിൽക്കുന്ന സാധാരണക്കാരായ കച്ചവടക്കാർക്ക് വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ്. അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അതാണ് മൂന്നാമത്തെ പോയിന്റ്, റാപ്പിഡ് ചേഞ്ചിങ് ടെക്നോളജിക്കൽ എൻവയോൺമെന്റ്. എന്താണ് അടുത്തൊരു പോയിന്റ്? നെസസിറ്റി ഫോർ ചേഞ്ച്. എപ്പോഴും ഇങ്ങനെയുള്ള ഇൻഡസ്ട്രിയൽ പോളിസീസ് ഒക്കെ പുതിയ പുതിയ ചേഞ്ചസ് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു. അത് മാർക്കറ്റിലും ബിസിനസ് എൻവയോൺമെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കേണ്ടതാണ്. നമ്മൾ പറഞ്ഞതായിരുന്നു ഡൈനാമിക് നേച്ചറാണ് ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. സോ ആഫ്റ്റർ ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി, the market forces are changing at a very fast rate. Change in the various components of business environment has made it necessary for the business firm to modify their policies and operations from time to time. ഓരോ വർഷവും അവരുടെ പോളിസി, ബിസിനസ് സ്ഥാപനത്തിന്റെ പോളിസികൾ മാറ്റേണ്ടതുണ്ട്. പണ്ട് സോഷ്യൽ സർവീസ് ആക്ടിവിറ്റീസിനൊക്കെ ബിസിനസ് പീപ്പിൾസ് കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു കൺസിഡറേഷൻ മാത്രമാണ് കൊടുത്തിരുന്നത് പണ്ട്. പക്ഷെ ഇന്ന് നോക്കിയേ, കൂടുതൽ ആൾക്കാർ അതിനും പ്രാധാന്യം നൽകുന്നുണ്ട്. ബിസിനസ് പീപ്പിൾസ് അതിനും പ്രാധാന്യം നൽകുന്നുണ്ട്. കാരണം ഇന്ന് കസ്റ്റമേഴ്സ് ഇല്ലാതെ ബിസിനസ് നിന്ന് പോവുക വളരെ പാടാണ്. ഇന്ന് കസ്റ്റമേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ബിസിനസ്സുകാർ നടത്തുന്നത്. സോ അങ്ങനെയുള്ള ചേഞ്ചിനനുസരിച്ച് മൊണോപ്പൊളി കണ്ടീഷൻ എന്നുള്ളതൊക്കെ നിങ്ങൾ എക്കണോമിക്സിൽ പഠിച്ചതാണ് അല്ലേ? പണ്ട് ഒരു വ്യക്തിയാണ് ഒരു സെല്ലർ കംപ്ലീറ്റ് മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്ന അവസ്ഥയാണ് മൊണോപ്പൊളി. ഇന്നാണെങ്കിലോ കസ്റ്റമേഴ്സിന്റെ നീഡ്സിനനുസരിച്ചാണ് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും. സോ അതെല്ലാത്തിനും കാരണം ഈ ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി എന്ന് പറയുന്നതാണ്. പിന്നെ അടുത്തൊരു പോയിന്റ് പറയുന്നത് നീഡ് ഫോർ ഡെവലപ്പിംഗ് ഹ്യൂമൻ റിസോഴ്സസ്. ഇന്ന് മാറി മാറി വരുന്ന പുതിയ പുതിയ ടെക്നോളജീസ് ഓഫ് പ്രൊഡക്ഷൻ ആയാലും മാർക്കറ്റിംഗ് ആയാലും ഹ്യൂമൻ റിസോഴ്സസിന് അവിടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിന്റെ ഡെവലപ്മെന്റിലും വളരെയേറെ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. The changing market conditions of today requires people with higher competence and great commitment. അല്ലേ? വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള വർക്കേഴ്സിനെയാണ് വേണ്ടത്. നല്ല കോമ്പിറ്റന്റ് ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ് ആണ് വേണ്ടത്. ജസ്റ്റ് അവയർനെസ് മാത്രം പോരാ. ആൻഡ് ഹെൻസ് there is a need of developing human resource which could increase their effectiveness and efficiency. എന്താണ് ഒരു സ്ഥാപനത്തിന് വേണ്ടത്? വളരെ എഫക്റ്റീവായിട്ട് പ്രൊഡക്ഷൻ നടത്തുന്നതും അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുന്ന വർക്കേഴ്സും അതോടൊപ്പം തന്നെ മാക്സിമം എഫിഷ്യൻ്റ് ആയിട്ട് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് മാർക്കറ്റ് ചെയ്തിട്ട് മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യുന്ന അതിന് സപ്പോർട്ട് ചെയ്യുന്ന വർക്കേഴ്സുമാണ് വേണ്ടത്. അപ്പോൾ അതിനെ ഡെവലപ്പ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള വർക്ക് ഫോഴ്സിനെ, ഹ്യൂമൻ റിസോഴ്സസിനെ ഡെവലപ്പ് ചെയ്യേണ്ടതും ഈ ഒരു പോളിസിയുടെ ഭാഗമായിട്ട് വേണ്ടി വരും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മാർക്കറ്റ് ഓറിയന്റേഷൻ മറ്റൊരു പോയിന്റ് ആണ്. ഈ ഒരു ഇമ്പാക്ട്, ഈ ഗവൺമെന്റ് പോളിസി കൊണ്ടുണ്ടായ ഇമ്പാക്ട് എന്ന് പറയുന്നത്. മാർക്കറ്റിംഗ് കോൺസെപ്റ്റും ഉണ്ട്, സെല്ലിംഗ് കോൺസെപ്റ്റും ഉണ്ട്. രണ്ട് തരത്തിലുള്ള കോൺസെപ്റ്റ് ആണ് ബിസിനസ് ആയിട്ട് ബന്ധപ്പെട്ട് അവിടെ ഉള്ളത്. സെല്ലിംഗ് കോൺസെപ്റ്റ് ഏർലിയർ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്, വാസ് ഫേമസ് ഇൻ ദി മാർക്കറ്റ്. നൗ ഇറ്റ്സ് പ്ലേസ് ഈസ് ടേക്കൺ ബൈ ദി മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്. എന്ത് തന്നെ വന്നാലും അവർ സെല്ല് ചെയ്യും, കസ്റ്റമേഴ്സ് അത് പോയി വാങ്ങിച്ചിട്ട് വരിക എന്നുള്ളതാണ് സെല്ലിംഗ് കോൺസെപ്റ്റ്. ബട്ട് നോക്കിയേ, ടുഡേസ് ഫേംസ് പ്രൊഡ്യൂസ് ദോസ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിച്ച് ആർ റിക്വയർഡ് ബൈ ദ കസ്റ്റമേഴ്സ്. പണ്ട് സെല്ലർ വെച്ചിരിക്കുന്ന പ്രോഡക്റ്റ് പോയി കസ്റ്റമർ വാങ്ങിയിട്ട് വരണം, എന്ത് തന്നെ ആയാലും. പക്ഷെ ഇന്നാണെങ്കിലോ കസ്റ്റമറിന് ഡിസൈഡ് ചെയ്യാം എനിക്ക് ഇഷ്ടമുള്ളത് വാങ്ങിച്ചാൽ മതി. അതിന് ഒറ്റ കാരണമേ ഉള്ളൂ, ഗ്ലോബലൈസേഷൻ. ലോകത്തിന്റെ ഏത് കോണിലുള്ള പ്രോഡക്റ്റും വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് വാങ്ങി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഇന്നത്തെ ബിസിനസ് വേൾഡ് മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വളരെ ഇഫക്റ്റീവാണ്. അപ്പോൾ ഇവിടെ ബിസിനസ് പീപ്പിൾസ് എന്താണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്? സെല്ലിംഗ് കോൺസെപ്റ്റിനല്ല, മറിച്ച് മാർക്കറ്റിംഗ് കോൺസെപ്റ്റിനാണ്. അവിടെ അവർ മാർക്കറ്റിംഗ് റിസർച്ച് നടത്തും, അതോടൊപ്പം തന്നെ അഡ്വർടൈസിങ് നടത്തും, അതോടൊപ്പം തന്നെ ആഫ്റ്റർ സെയിൽ സർവീസ്. വിറ്റ് കഴിഞ്ഞാൽ പണ്ട് സെല്ലേഴ്സ് മൈൻഡ് ചെയ്യില്ല, എന്ത് കംപ്ലൈന്റ് വന്നാലും കസ്റ്റമേഴ്സിന് മൈൻഡ് ചെയ്യില്ല. പക്ഷെ ഇന്നാണെങ്കിലോ അതിനുവേണ്ടി തന്നെ പ്രത്യേകം ഓഫീസുകൾ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് വലിയ ബിസിനസ് പീപ്പിൾസ്, മാനുഫാക്ചേഴ്സ് വെച്ചിട്ടുണ്ട്. എന്തിനാണ്? കസ്റ്റമേഴ്സ് എപ്പോൾ വിളിച്ചാലും സഡൻ റിപ്ലൈ നൽകി അവർക്ക് അവരുടെ ആവശ്യകത മാറ്റിയാൽ ആ കസ്റ്റമറിനെ നിലനിർത്തിക്കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മാർക്കറ്റ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. അടുത്തൊരു പോയിന്റ് നോക്കിയേ, റിഡക്ഷൻ ഇൻ ബഡ്ജറ്ററി സപ്പോർട്ട് ടു ദ പബ്ലിക് സെക്ടർ.
അപ്പോൾ ഇവിടെ പ്രൈവറ്റൈസേഷന്റെയും ലിബറലൈസേഷന്റെയും ഗ്ലോബലൈസേഷന്റെയും വരവിന് കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസിയാണ്. അപ്പോൾ അതിനുശേഷം വന്ന എല്ലാ ബഡ്ജറ്റുകളിലും പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിലുള്ള ഗവൺമെന്റിന്റെ ഫണ്ട് ഡിസ്ട്രിബ്യൂഷൻ കുറഞ്ഞു എന്നുള്ളതാണ്. ഗവൺമെന്റിന്റെ ഫണ്ട് ഡിസ്ട്രിബ്യൂഷൻ, ബഡ്ജറ്റ് സപ്പോർട്ട് കുറഞ്ഞു എന്നുള്ളതാണ്. സോ ദ ബഡ്ജറ്റ് സപ്പോർട്ട് given by the government to the public sector is reducing. Thus the public sector has to survive and grow by utilizing their own resources efficiently. പ്രൈവറ്റ് പാർട്ടീസിന് വേണ്ടി മാറിക്കൊടുത്തതാണ്. എന്തുകൊണ്ടാണ് പ്രൈവറ്റ് സ്കൂളുകൾ കൂടുതൽ വന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് കൂടുതൽ വന്നത്, അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനീസ് വന്നത്? കാരണം ഗവൺമെന്റിന് അത്രയും എഫേർട്ട് കുറഞ്ഞിരിക്കും ഈ പ്രോഡക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ, മാർക്കറ്റിംഗ് എല്ലാ കാര്യത്തിലും കാശ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ അളവ് കുറയ്ക്കുന്നത് ബഡ്ജറ്റ്സ് വഴിയാണ്. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. എന്തിന്റെ ഭാഗമായിട്ട്? ഇമ്പാക്ട് ഓഫ് ദാറ്റ് ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി, ഗവൺമെന്റ് പോളിസി. അതുവഴി എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്, എന്തൊക്കെ അതിന്റെ എഫക്റ്റ് എന്താണ്, ആ ഒരു ഇൻഡസ്ട്രിയൽ പോളിസി വന്നപ്പോൾ ഇന്ത്യയിൽ സംഭവിച്ചത് എന്ത് എന്നുള്ളത്. എനിക്ക് തോന്നുന്നു അതിന്റെ ഭാഗമായിട്ടാണ് വീണ്ടും ഒരു കോൺസെപ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്. ബിസിനസ് എൻവയോൺമെന്റിനെ ഏറെ സ്വാധീനിച്ച ഒരു കോൺസെപ്റ്റാണ് ഡിമോണിറ്റൈസേഷൻ എന്ന് പറയുന്നത്. അതിന്റെ ഒരു ഹിസ്റ്ററി നോക്കിയിട്ട് നമുക്ക് ആ ടോപ്പിക്കിലേക്ക് കിടക്കാം എന്നുള്ളതാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് 2017 ഡിമോണിറ്റൈസേഷൻ നടക്കുന്നത്. ചില കറൻസിയെ നമ്മുടെ രാജ്യത്ത് നിന്നും പിൻവലിക്കുക, അതാണ് ഡിമോണിറ്റൈസേഷൻ എന്നർത്ഥം. അതിന് പിന്നെ മൂല്യമില്ല, അത്രയും. ഇപ്പൊ 100 രൂപ നോട്ട്, പുതിയ നോട്ട്, ഇപ്പോഴുള്ള നോട്ട് അതിനെ പിൻവലിച്ചു. അതിനർത്ഥം ഇപ്പോഴുള്ള 100 രൂപ നോട്ടിന് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അതിന്റെ മൂല്യം നഷ്ടപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ അത് ബാൻ ചെയ്തിരിക്കുകയാണ് ഇവിടെ നമ്മുടെ എക്കണോമിക് സിസ്റ്റത്തിൽ. അത് യൂസ് ചെയ്യാൻ പാടില്ല. ബൈങ് ആൻഡ് സെല്ലിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് ആ ഒരു കറൻസിനെ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ കൂട്ടുകാരെ, 2017 ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡിമോണിറ്റൈസേഷൻ വരുന്നത്. നമുക്ക് അതിന്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് നോക്കാം. 1946 റിസർവ് ബാങ്ക് അപ്പോഴുണ്ടായിരുന്നു. നമ്മളൊന്നും 10,000 രൂപയുടെ നോട്ട് കണ്ടിട്ടില്ല അല്ലേ? ആ സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് അവര് അപ്പോഴുണ്ടായിരുന്ന 1000-ന്റെയും 10,000-ന്റെയും നോട്ട്, ആ കറൻസി പിൻവലിച്ചിട്ടുണ്ടായിരുന്നു. 1954 അപ്പോഴുണ്ടായിരുന്ന സെൻട്രൽ ഗവൺമെന്റ് 1000 നോട്ടും 5000 നോട്ടും 10,000-ന്റെയും നോട്ടുകൾ, ആ കറൻസി അപ്പോഴുണ്ടായിരുന്നത് പിൻവലിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യയിൽ. 1972 ഉണ്ടായിരുന്ന മൊറാർജി ദേശായി ഗവൺമെന്റും അദ്ദേഹത്തിന്റെ ഗവൺമെന്റും ഈ പറഞ്ഞ പോലെ പുതുതായിട്ട് അവിടെ ഉണ്ടായിരുന്ന, അപ്പോൾ നിലവിലുണ്ടായിരുന്ന 1000-ന്റെയും 1000-ന്റെയും 5000-ന്റെയും 10,000-ന്റെയും കറൻസി അവര് ഉപയോഗിച്ചിരുന്നു. കാരണം പറയുന്നുണ്ട്, കൂടുതൽ ആൾക്കാർ ഇത് ഇല്ലീഗൽ ട്രാൻസാക്ഷൻസിന് വേണ്ടിയും ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസിന് വേണ്ടി യൂസ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. പല ഘട്ടങ്ങളിലും ഈ ഡിമോണിറ്റൈസേഷൻ വരാനുള്ള കാരണവും ടെററിസ്റ്റ് ആക്ടിവിറ്റീസിനൊക്കെ ഈ കറൻസി യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഡിമോണിറ്റൈസേഷൻ വന്നത്. ഇനി 2016 ഉണ്ടായിരുന്ന ഗവൺമെന്റ് 2016 പ്ലാൻ ചെയ്ത് നടപ്പിലാകുമ്പോഴേക്കും 2017 9th November 2016 ഇവര് ഗവൺമെന്റ് ഇന്ത്യ ആരുടെ കീഴിലുള്ള നമ്മുടെ മോദി സർക്കാരിന്റെ, അദ്ദേഹം പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ശ്രീ നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിലുള്ള ഗവൺമെന്റ് അവരെന്ത് ചെയ്തു? അപ്പോഴുള്ള 500-ന്റെയും 1000-ന്റെയും നോട്ട് പിൻവലിച്ചു. എന്നിട്ട് പുതിയ 500-ന്റെയും 2000-ന്റെയും നോട്ട് അവര് പുതുതായിട്ട് അച്ചടിച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള കറൻസിയെ ചിലപ്പോൾ ഇല്ലീഗൽ ആക്ടിവിറ്റീസിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് അതിനെ പിൻവലിക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡിമോണിറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഇനി ഇത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നാണ് നമുക്ക് പരീക്ഷയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ കൂടുതൽ ഓർത്തിരിക്കേണ്ടത്. സേവിങ്സ് കൂട്ടാൻ പറ്റും. കാരണം ഇതുവഴി കള്ളപ്പണം, നമുക്കറിയാം 2000-ന്റെ നോട്ട് ഇറങ്ങിയ ആ ഒരാഴ്ചയിൽ തന്നെ നമ്മൾ കള്ളപ്പണം പിടിച്ചിട്ടുണ്ടായിരുന്നു. ബ്ലാക്ക് കറൻസി ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സേവിങ്സ് കൂട്ടാൻ പറ്റുമെന്നാണ് ഇവിടെ പറയുന്നത്. ആസ് എ റിസൾട്ട് ഓഫ് ഡിമോണിറ്റൈസേഷൻ, പീപ്പിൾ will tend to deposit their cash in the bank rather than at home. This will help them to save more. ഇപ്പോൾ പല ആൾക്കാരും ഈ അക്കൗണ്ടിൽ വരാത്ത പണങ്ങളൊക്കെ ബാങ്കിലേക്ക് നിക്ഷേപിക്കണം. അതിനുവേണ്ടി അവരുടെ സേവിങ് ഹാബിറ്റ് കൂട്ടാൻ വേണ്ടിയാണ് ഡിമോണിറ്റൈസേഷൻ കൊണ്ടുവന്നതെന്നാണ് പറയുന്നത്. അത് അതിൻ്റെ ഒരു ബെനിഫിറ്റ് ആയിട്ട് പറയുന്നു. ദെൻ ലോവർ റെന്റിങ് റേറ്റ്സ്.
റെന്റിങ് റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അത് കുറയും. വിത്ത് ദ കറൻസി ഡിമോണിറ്റൈസേഷൻ മണി മൂവ്സ് ഫ്രം ദ പീപ്പിൾ ടു ദ ബാങ്ക് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ദസ് ദർ ഈസ് എ ബെറ്റർ സർക്കുലേഷൻ ഓഫ് മണി. അപ്പോൾ ഗവൺമെന്റ് ബാങ്കുകൾ വഴിയാണ് ഇതെല്ലാം വിതരണം ചെയ്യുന്നതെങ്കിലും മൂവ് ചെയ്യുന്നതൊക്കെ ആണെങ്കിൽ നല്ലൊരു സർക്കുലേഷൻ ബാങ്കിങ് മേഖലയിൽ ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ആൾക്കാർക്ക് ആവശ്യമായിട്ടുള്ള തുക റേറ്റ് കുറച്ചുകൊണ്ട് തന്നെ ലോൺസ് ആയിട്ട് മറ്റും കിട്ടുക അതിന്റെ ഒരു ഭാഗമാണ്. ദിസ് വിൽ ലീഡ് ടു എ ലോവർ കോസ്റ്റ് ഓഫ് ഫണ്ട്സ് വിച്ച് ട്രാൻസ്ലേറ്റ് ഇൻ ടു ലോവർ ലെൻഡിങ് റേറ്റ്സ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ബെനിഫിറ്റ് ഉണ്ട്, ലോവർ ലെൻഡിങ് റേറ്റ്സ്. കൂടുതൽ ബാങ്കിലേക്ക് ഫണ്ട് വരുമ്പോൾ അവർ റേറ്റ്സ് കുറയ്ക്കുമെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ബെറ്റർ ഇക്കോണമി, നല്ലൊരു സാമ്പത്തിക വ്യവസ്ഥ, നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഒക്കെ കൂടുകയും ടാക്സ് അമൗണ്ട്സ് കൂടുന്നത് വഴി നാഷണൽ ഡെവലപ്മെന്റ്, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് മറ്റൊരു ബെനിഫിറ്റ് ആയിട്ട് പറയുന്നത് ബെറ്റർ ഇക്കോണമി. ആസ് മോർ ക്യാഷ് ഈസ് വിത്ത് ദ ബാങ്ക് there is a higher circulation of money in the economy. The government receives more tax and can undertake more developmental activities. This leads to better performance, better development of the economy. So കൂട്ടുകാരെ മൂന്നാമത്തെ പോയിന്റ് ഒന്ന് ഓർത്തിരിക്കുക, ബെറ്റർ ഇക്കോണമി. ദെൻ കർബിംഗ് ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ്. നേരത്തെ പറഞ്ഞതാണ്, ടെററിസ്റ്റ് ആക്ടിവിറ്റീസിനൊക്കെ ഈ പറയുന്ന തുക ബ്ലാക്ക് മണിയൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് കർബ് ചെയ്യുക, മീൻസ് കുറയ്ക്കുക. യൂഷ്വലി cash is the mode of transaction for anti-social activities. Thus, demonetization curbs these activities. It also forces anti-social units to find ways to get rid of the old notes. As a result, there is a better control over the unaccounted money in the economy. അക്കൗണ്ടുകളിൽ സൂക്ഷിക്കാത്ത കണക്കില്ലാത്ത പണം കണ്ടെത്തുന്നതിനും അതുവഴി ഈ ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസിനൊക്കെ ഒരു പരിധിവരെ നിയന്ത്രിക്കുന്നതിനും നമ്മുടെ ഡിമോണിറ്റൈസേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അവസാനത്തെ പോയിന്റ് നോക്കിയേ, റെഡ്യൂസിങ് കൗണ്ടർഫിറ്റ് കറൻസി നോട്ട്സ്. ഏറ്റവും കൂടുതൽ ഡിമോണിറ്റൈസേഷൻ വരാനുള്ള കാരണം ഇതാണ്. ബാങ്ക്സ് ചെക്ക് ഇഫ് ദ ഓൾഡ് നോട്ട്സ് ആർ ജെന്യുവിൻ ഓർ കൗണ്ടർഫിറ്റ് ബിഫോർ അക്സെപ്റ്റിംഗ് ദം. Thus, this allows the government to weed out counterfeit notes from the market. അല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, 2000 രൂപയുടെ കറൻസി അച്ചടിച്ച് മാർക്കറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ ഇടയിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ അതിന്റെ വ്യാജന ഇറങ്ങി എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള വ്യാജ കറൻസിയൊക്കെ മാർക്കറ്റിൽ നിന്നും റിലീസ് ചെയ്യുന്നതിന്, അതിനെ ഒഴിവാക്കുന്നതിന് ഡിമോണിറ്റൈസേഷൻ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം പലപ്പോഴും പഴയ നോട്ടൊക്കെ അവർ എന്ത് ചെയ്യേണ്ടി വരും, കത്തിച്ച് കളയേണ്ടി വരും. അങ്ങനെ നടന്ന സംഭവങ്ങളൊക്കെ നമ്മുടെ ചുറ്റുപാടും ഈ ഡിമോണിറ്റൈസേഷന്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് ഓർത്തിരിക്കുക. നമ്മുടെ ഈ ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ പൂർണ്ണമാവുകയാണ്. അപ്പോൾ കൂട്ടുകാരെല്ലാ വീഡിയോസും കാണുക. 2 വീഡിയോസ് ആയിട്ടാണ് ഞാൻ കംപ്ലീറ്റ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നല്ല ശുഭപ്രതീക്ഷയോടുകൂടി പഠിക്കുക. എല്ലാ കാര്യങ്ങളും നന്നായി മനസ്സിലാക്കുക. മനസ്സിലാകാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കുക. തീർച്ചയായിട്ടും ഞാൻ അതിനുള്ള മറുപടി നൽകുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ഒരിക്കൽ കൂടെ ആശംസിക്കുന്നു. നന്ദി.